എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള വിപിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റുന്നതാണ്. അറസ്റ്റ് അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിപിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഷാദിനും അതുപോലെ തന്നെ വിപിനും ഇപ്പോൾ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ പ്രതിഷേധം അറസ്റ്റ് അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. തങ്ങൾ വളരെ സമാധാനപരമായാണ് ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ആ സമരത്തെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റിലൂടെ നേരിടാൻ ശ്രമിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കില്ല. റെയിൽവേ ഡിവിഷൻ വിഭജനം അത് എതിർക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ് തങ്ങൾ സംഘടിപ്പിച്ചത്. അത് പാലക്കാടിനും കേരളത്തിനും വേണ്ടിയുള്ള സമരമായിരുന്നു. അതിനെയാണ് പോലീസ് ഇപ്പോൾ ഈ അറസ്റ്റ് നടപടിയിലൂടെ എതിർക്കാൻ ശ്രമിക്കുന്നത്. അത് അംഗീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റിനെ ചേർക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഇപ്പോൾ സമരത്തെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റിലൂടെ നേരിടാൻ ശ്രമിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കില്ല. റെയിൽവേ ഡിവിഷൻ വിഭജനം അത് എതിർക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ് തങ്ങൾ സംഘടിപ്പിച്ചത്. അത് പാലക്കാടിനും കേരളത്തിനും വേണ്ടിയുള്ള സമരമായിരുന്നു. പക്ഷേ അതിനെയാണ് പോലീസ് ഇപ്പോൾ ഈ അറസ്റ്റ് നടപടിയിലൂടെ എതിർക്കാൻ ശ്രമിക്കുന്നത്. അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റിനെ ചേർക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഇപ്പോൾ കടന്നിരിക്കുന്നത്. എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അംഗവും ഡിവൈഎഫ്ഐ നേതാവും കൂടിയായിട്ടുള്ള വിപിനാണ് ഇപ്പോൾ നിലത്ത് തന്നെ കിടന്നുകൊണ്ടുള്ള ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ബലമായി തന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇവിടെ വളരെ ന്യായമായിട്ടാണല്ലോ സമരം. ഉദ്ഘാടകൻ ഉൾപ്പെടെ പറഞ്ഞു അറസ്റ്റ് ചെയ്ത് നിൽക്കാണ്. അറസ്റ്റ് ചെയ്ത് നിൽക്കോട്ടെ, മുണ്ടഴിച്ചിട്ടാണ് സമരം ചെയ്യുന്നത്. കാല് പിടിച്ച് തിരിക്കുകയാണ്. മാന്യമായിട്ട് ലാത്തി വെച്ച് അടിച്ചോ കൊള്ളാൻ തയ്യാറാണ്. നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള സമരമാണല്ലോ. വിപിൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. പോലീസ് ഈ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടയിൽ തന്നെ മുണ്ടുൾപ്പെടെ ഉരിഞ്ഞ് മാറ്റാനുള്ള ശ്രമം നടത്തി. അതുപോലെ തന്നെ കാല് പിടിച്ച് തിരിച്ചു. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് നടപടി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിലത്ത് തന്നെ കിടക്കുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തുന്നു. ഡിവൈഎഫ്ഐയുടെ കൂടുതൽ പ്രവർത്തകർ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. പാലക്കാട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം നടത്തുകയും ചെയ്തത്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ ഉദ്ഘാടനം സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയതിന് തൊട്ട് പിന്നാലെ പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാക്കളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോൾ കൂടുതൽ ഡിവൈഎഫ്ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യുന്നു. ഉപരോധം നടത്തും, പ്രതിഷേധം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ജയദേവനെ കൂടി അറസ്റ്റ് കൊണ്ടും ജയില് കൊണ്ടും ഞങ്ങളെ തകർക്കാൻ വേണ്ടി കഴിയില്ല. ഇതിനെതിരായ അതിശക്തമായ സമരം ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുകയും തന്നെ ചെയ്യും. അറസ്റ്റും ജയിലും തടവറയും എല്ലാം അതിജീവിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാൻ വേണ്ടി കഴിയില്ല. ഇത് കേരളത്തിന്റെ സമരമാണ്, പാലക്കാടിന്റെ സമരമാണ്, മലയാളികളുടെ സമരമാണ്. ഈ സമരത്തിൽ കൂടുതൽ ജനങ്ങളെ അണിനിരത്തി ഡിവൈഎഫ്ഐ തിരിച്ചു വരിക തന്നെ ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ പിൻവലിക്കുന്നവരെറിയാത്ത പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ദിവസം ഈ ഉപരോധ പരിപാടികളിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. ഉപരോധമല്ല, അതിനപ്പുറത്തുള്ള പരിപാടി ഡിവൈഎഫ്ഐ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം. അല്പസമയത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും വി.കെ. ശ്രീധരൻ എം.പിയുടെയും സാന്നിധ്യത്തിൽ മറ്റൊരു പ്രതിഷേധത്തിന് ആസൂത്രണം, മറ്റൊരു പ്രതിഷേധ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്തു നീക്കുന്ന കാഴ്ചയാണ്. ബലപ്രയോഗിച്ചാണ് ഇപ്പോൾ പോലീസുകാർ റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇപ്പോൾ നീക്കം ചെയ്തത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പ്രവർത്തകർ അപ്പോഴും ഒഴിയാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യുകയാണ്. അരുൺകുമാർ, ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ടി പി ഷഫീഖ്, അതുപോലെ തന്നെ ഐശ്വര്യ തുടങ്ങിയിട്ടുള്ള നേതാക്കളെയാണ്, വനിതാ നേതാക്കളെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ വനിതാ നേതാവിനെ അറസ്റ്റ് ചെയ്തതിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടുതലായി പോലീസിന്റെ നടപടി ചെറുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അറസ്റ്റ് വരിച്ച് വാഹനത്തിലേക്ക് മാറിയ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയാണ്. വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിതാ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി
ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോലീസിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇപ്പോൾ വാക്കേറ്റത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ വനിതാ നേതാവായിട്ടുള്ള ഐശ്വര്യ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം അത് അനുവദിക്കില്ല. തങ്ങൾ കൃത്യമായി തന്നെ പോലീസ് പറഞ്ഞപ്പോൾ അറസ്റ്റ് വരിച്ച് വാഹനത്തിലേക്ക് മാറിയ ആളുകളാണ്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി പോലീസിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പോലീസും ഡിവൈഎഫ്ഐ അരുൺകുമാർ, ഇപ്പോൾ കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതിഷേധവുമായി എത്തുന്ന മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ വലിയ തോതിൽ ഒരു പോലീസ് സേന ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നില്ല. ഡിവിഷൻ ഓഫീസിനകത്ത് മാത്രമായിരുന്നു പോലീസ് സേന ഉണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായാണ് ഡിവൈഎഫ്ഐയുടെ വലിയൊരു സംഘം പ്രതിഷേധവുമായി ഈ ഡിവിഷൻ ഓഫീസ് പരിസരത്തേക്ക് എത്തിയത്. ഇതോടുകൂടി പോലീസിന്റെ എല്ലാ സംരക്ഷണവും തകർത്തുകൊണ്ട് പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാവുകയായിരുന്നു. പിന്നാലെ ഇതാ പോലീസ് കൂടുതൽ സേനയെ എത്തിച്ച് അവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. വനിതാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ഉൾപ്പെടെ തടഞ്ഞിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ അധ്യക്ഷ ഷിബിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ ഈ ഡിവിഷൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ്. ശരി ഷിബി, വനിതാ നേതാക്കൾ വനിതാ സഖാക്കൾ ഉൾപ്പെടെ ക്രൂരമായിട്ടാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുണ്ടാവും. പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ ഇവിടെയുള്ള ബാക്കിയുള്ള സമര വളണ്ടിയർമാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ ഇവിടെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ മാർച്ച് ചെയ്യണമെന്നാണ് ഇപ്പോൾ നിലവിൽ ആലോചിച്ചത്. വിഭജനം ഒരിക്കലും അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. മുഴുവൻ ആളുകളും ഞങ്ങളോടൊപ്പം ഈ സമരത്തിൽ അണിചേർന്നിട്ടുണ്ട്. മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഈ സമരത്തിലുണ്ട്. ആ സമരം വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ മുഴുവൻ ജനങ്ങളെയും യുവാക്കളെയും അണിനിർത്തി പ്രതിഷേധിക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷ ഷിബിയാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോലീസ് നീക്കിയിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് സ്റ്റേഷൻ അല്പസമയത്തിനകം തന്നെ ഉപരോധിക്കുമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രതിഷേധം തുടരും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം ഉണ്ടായാൽ അത് കേരളത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വിഭജനമായി മാറും. കേരളത്തിലെ റെയിൽവേ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാവുന്ന രീതിയിലേക്ക് ആ വിഭജനം കൊണ്ടെത്തിക്കും. വലിയ രീതിയിലുള്ള വരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന പാലക്കാട് റെയിൽവേ ഡിവിഷൻ പൂർണ്ണമായും കീറിമറിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ റെയിൽവേയുടെ നടപടി പോകുന്നത്. അത് തങ്ങൾ തീർച്ചയായും എതിർക്കും. ആ ഒരു രീതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധം ആരംഭിച്ചത്. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ 3 പ്രധാന കവാടങ്ങളും അവർ ഉപരോധിച്ചു. ഉദ്യോഗസ്ഥരെ പിന്നീട് പോലീസിന് ബലമായും അതുപോലെ തന്നെ മതിൽ ചാടിച്ചും റെയിൽവേ ഡിവിഷനകത്തേക്ക് എത്തിക്കേണ്ട പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജറുടെ ഓഫീസ് ഡിവൈഎഫ്ഐ ഉപരോധിച്ചിരുന്നു. അങ്ങനെ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. ഇനി യൂത്ത് കോൺഗ്രസിന്റെയും വി കെ ശ്രീകണ്ഠൻ എംപിയുടെയും നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം കൂടി റെയിൽവേ ഡിവിഷൻ മാനേജറുടെ ഓഫീസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.